ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ സാധിക്കാത്ത അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ച് നേപ്പിൾസ്. 3-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവേരിയസിന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19-ന് വിശുദ്ധന്റെ തിരുശേഷിപ്പായി സൂക്ഷിച്ചിരുന്ന കട്ടപിടിച്ച രക്തം ദ്രാവക രൂപത്തിലായി. നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബറ്റാഗ്ലിയാണ് അത്ഭുതം സംഭവിച്ച വിവരം തിരുക്രമമധ്യേ അറിയിച്ചത്. 3-ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് ജാനുവേരിയസ്. നേപ്പിൾസിന്റെ മെത്രാനായിരുന്ന അദ്ദേഹം ക്രിസ്തുവിശ്വാസത്തെ പ്രതി ശിരച്ഛേദനം ചെയ്യപ്പെടുകയായിരുന്നു. വിശുദ്ധന്റെ രക്തം യൂസെബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത്. പിന്നീട് അത് തിരുശേഷിപ്പായി റോയൽ ചാപ്പലിൽ സൂക്ഷിക്കുകയായിരുന്നു. വിശുദ്ധന്റെ തിരുനാളായ സെപ്റ്റംബർ 19-ന് അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലി മധ്യേയാണ് കട്ടപിടിച്ച രക്തം ദ്രാവക രൂപത്തിലായത്. അസംഷൻ ഓഫ് മേരി കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്കായി തടിച്ചുകൂടിയ 2000-ഓളം വിശ്വാസികൾക്ക് നേരെ തിരുശേഷിപ്പിൽ സൂക്ഷിച്ചിരുന്ന പേടകം ഉയർത്തിക്കാണിച്ചാണ് മുഖ്യ കാർമ്മികനായ നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബാറ്റാഗ്ലിയ അത്ഭുത പ്രതിഭാസം വീണ്ടും ആവർത്തിച്ചതായി പ്രഖ്യാപിച്ചത്. തിരുക്കർമ്മങ്ങൾക്ക് മധ്യേ നൽകിയ സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് വിശുദ്ധരെ വണങ്ങുന്നത് അന്ധവിശ്വാസമായി കരുതരുതെന്ന നിർദ്ദേശം നൽകി. നഷ്ടം നോക്കാതെ സ്നേഹിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നാണ് രക്തസാക്ഷിയും മെത്രാനുമായിരുന്ന ജാനുവേരിയസ് തന്റെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ഒപ്പം ദക്ഷിണ ഇറ്റലിയിൽ വർദ്ധിച്ചുവരുന്ന മാഫിയ സംസ്കാരത്തെയും അദ്ദേഹം വിമർശിച്ചു. യുവജനങ്ങൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ അവർക്ക് അവസരങ്ങൾ നൽകുന്നതിനു വേണ്ടി താൻ കഴിഞ്ഞ വർഷം ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് സഹായം നൽകണമെന്നും അദ്ദേഹം വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. വർഷത്തിൽ 3 പ്രാവശ്യമാണ് പ്രസ്തുത അത്ഭുതം സംഭവിക്കാറുള്ളത്. വിശുദ്ധന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19, മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ച, ഡിസംബർ 16 എന്നിവയാണ് ആ ദിനങ്ങൾ. 2015 മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പ ഇവിടം സന്ദർശിച്ചപ്പോൾ രക്തക്കട്ടയുടെ പകുതി ഭാഗം ദ്രാവകമായി മാറിയതും വലിയ വാർത്തയായിരുന്നു. എന്നാൽ വിശുദ്ധന്റെ രക്തം ദ്രാവക രൂപത്തിലായില്ലെങ്കിൽ അത് ക്ഷാമം, യുദ്ധം, രോഗങ്ങൾ തുടങ്ങിയവയുടെ മുന്നറിയിപ്പാണെന്നാണ് പരമ്പരാഗതമായി നേപ്പിൾസുകാർ വിശ്വസിച്ചു വന്നിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമെന്നോണം 1973-ൽ നേപ്പിൾസിൽ കോളറ പടർന്നു പിടിച്ചപ്പോഴും 1980-ൽ 2483 പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം ഉണ്ടായപ്പോഴും 1939-ൽ 2-ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചപ്പോഴും നാസികൾ യൂറോപ്പിൽ ബോംബിട്ട 1943-ലും ഈ അത്ഭുതം സംഭവിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.